ഇനി കോഴിക്കോട്ടേക്കാണ് നമ്മുടെ പട്ടാളം. കോഴിക്കോട് നിന്ന് ചേരുകയാണ്. കോഴിക്കോട് നിന്ന് എല്ലാവർക്കും വേണ്ടി ദീപക് തലമണം സംസാരിക്കും. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക് പറയൂ, എന്തൊക്കെയാ ദീപക് വിവരങ്ങൾ? മഴയൊക്കെ കോഴിക്കോട് പരിസര പ്രദേശത്ത് കാര്യമായിട്ടുണ്ടോ? മഴ ഇപ്പോൾ കുറഞ്ഞു SKN. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അന്തരീക്ഷം തന്നെ മാറുകയാണ്. SKN, ഈ മലബാറിൽ ഒരു പഴയ ചൊല്ലുണ്ട്. അത് ചേകവന്മാർക്കിടയിൽ, പഴയ കളരി ഗുരുക്കന്മാർക്കിടയിലുള്ള ഒരു ചൊല്ലാണ്. അത് ഇങ്ങനെയാണ്: അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്നാണ്. അതുപോലെയാണ് വിമതന്മാരുടെ കാര്യത്തിൽ. വിമതന്മാരില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളില്ല, വിമതന്മാരില്ലാത്ത മുന്നണികളില്ല. അതാണ് മലബാറിലെ അവസ്ഥ. മറ്റൊന്ന്, മലബാറിലെ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു വിമത പ്രവർത്തനത്തെ തുടർന്ന് ഒരു പാർട്ടി രൂപീകരണം, അതായത് CPM-ൽ നിന്നും പഞ്ചായത്ത് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒഞ്ചിയത്ത് ആ ധാരണ തെറ്റിച്ചുകൊണ്ട് മത്സരിക്കുന്നു. അങ്ങനെയാണ് TP ചന്ദ്രശേഖരൻ എന്ന വലിയൊരു നേതാവ് ആരംഭിക്കുണ്ടാകുന്നതും പിന്നീട് അത് വലിയ രാഷ്ട്രീയ കൊലപാതകത്തിലേക്കും രാഷ്ട്രീയ പോരാട്ടത്തിലേക്കും മാറിയത്. അത് പഴയ ചരിത്രം. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും മുന്നണികൾക്ക്, പാർട്ടികൾക്ക് വിമതരുണ്ടെന്നുള്ളതാണ്. മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രം, ആ ശക്തി കേന്ദ്രത്തിൽ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ വാർഡിലാണ് തിരൂരങ്ങാടി നഗരസഭയിൽ വിമത ഉണ്ടായിരിക്കുന്നത്. ആ വിമതയെ പാർട്ടി പുറത്താക്കി. എന്നാൽ ഈ മലപ്പുറത്തുനിന്നും നേരെ കണ്ണൂരേക്ക് പോയാൽ CPM-ൻ്റെ ശക്തി കേന്ദ്രം പയ്യന്നൂരിൽ CPIM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി വൈശാഖ് വിമതനായി മത്സരിക്കുന്നു. അല്പം മുമ്പ് ഞാൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷുമായി സംസാരിച്ചു. പുറത്താക്കി എന്നുള്ളതാണ് പറയുന്നത്, പാർട്ടി നടപടിയെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും വൈശാഖ് അവിടെ സ്ഥാനാർത്ഥിയാണ്. വാർഡ് കോൺഗ്രസ് എസിന് നൽകി എന്നുള്ളതാണ് അവിടുത്തെ തർക്കം. ഇത് CPM-ൻ്റെ ശക്തി കേന്ദ്രം, ഗോവിന്ദമാഷയുടെ തട്ടകം, CPM സംസ്ഥാന സെക്രട്ടറിയുടെ തട്ടകം. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലം കൂടിയായിരുന്നു ഈ പറയുന്ന പയ്യന്നൂർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, നേരെ നമ്മൾ CPI-യിലേക്ക് വന്നാൽ CPI-ക്കെതിരെ CPM മത്സരിക്കുന്ന കോഴിക്കോടാണ്. അത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ തട്ടകത്തിലാണ്. പഴയ മണ്ഡലം. അദ്ദേഹം നാദാപുരത്തു നിന്നും മന്ത്രിയായാണ് വനം മന്ത്രിയായത് VS മന്ത്രിസഭയിൽ. ആ നാദാപുരത്തെ കോയിച്ചനയിലാണ് അവിടെ CPI-ക്കെതിരെ CPM മത്സരിക്കുന്നത്. അവിടെ മുന്നണിയിലാണ് വിമതർ ഉണ്ടായിരിക്കുന്നത്. BJP-യുടെ ശക്തി കേന്ദ്രമാണ് കാസർഗോഡ്. ആ കാസർഗോഡിൽ മൊഗ്രാൽ, പുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ, അതായത് BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് BJP-ക്ക് വിമതർ ഉണ്ടായിരിക്കുന്നത്. പൊതുവിൽ മലബാറിൽ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിമതർ ഉണ്ടായിരിക്കുന്നു. ഈ വിമതരെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് വിവിധ പാർട്ടികൾ. പുറത്താക്കൽ നടപടിക്ക് ശേഷവും അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് SKN. അങ്ങനെ പറഞ്ഞാൽ അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ, വിമതരില്ലാത്ത പാർട്ടികളില്ല, മുന്നണികളില്ല മലബാറിൽ SKN. ഓക്കെ, ദീപകും അമ്പ് കൊള്ളാതെ സൂക്ഷിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.